ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ CCയിലെ ബിഗ് ഡേയ്സ് നടക്കുകയാണ്. PSCയുടെ എല്ലാ കോഴ്സുകൾക്കും PSCയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കോഴ്സുകളും, അതായത് PSCയുടെ കമ്പനി ബോർഡ് LGS ഡിഗ്രി ലെവൽ എക്സാമുകൾക്കുള്ള ബാച്ചുകളുണ്ട്, പ്രിലിംസിനുള്ള ബാച്ചുകളുണ്ട്, ഫോഴ്സ് ലെവൽ എക്സാമുകളുണ്ട്, ടെക്നിക്കൽ PSC ഉണ്ട്. സോ PSCയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഓഫറോട് കൂടി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ നമ്പറിൽ 8590202323 എന്ന നമ്പറിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആ ലേണിംഗ് ആപ്പിൽ ഫ്രീ കണ്ടന്റുകൾ, ഫ്രീ എക്സാമുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോ ഡൗൺലോഡ് ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ കൂടി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നമ്മുടെ റിസൾട്ട് ആണ്. നമുക്ക് ഇതേവരെ നമുക്ക് ലഭിച്ച റിസൾട്ടുകൾ, അതായത് LDCയിലാണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലാണെങ്കിലും ഹൈക്കോർട്ട് OA, LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ടെക്നിക്കൽ PSC, ഒരുപാട് PSCയുടെ അണ്ടറിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുകയും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് LDC ഓർ LGS, അതായത് നമ്മുടെ വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 എക്സാമുകളാണ്. കമ്പനി ബോർഡ് LGSഉം അതേപോലെ തന്നെ ബിവോക്കോ LD എന്ന് പറയുന്ന എക്സാമുകളും, അല്ലെങ്കിൽ BFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമുകളും, അതെല്ലാം LDയുടെ സിലബസിന്റെ അണ്ടറിൽ വരുന്ന എക്സാമുകളാണ്. ഈ 2 എക്സാമുകളിൽ ഏതിന് ഫോക്കസ് ചെയ്യണം, ഏതിന് ഫോക്കസ് ചെയ്താലാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം നോക്കിക്കൊള്ളുക, 2 എക്സാമുകളെ കുറിച്ച് നമ്മളൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. LGS എക്സാം, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ബിവോക്കോ LD എക്സാമുകളുടെ പ്രത്യേകത എന്താണ്? LGSലേക്ക് വരുമ്പോൾ നമുക്കറിയാം എവിടെയാണ് നമ്മുടെ വേരിയസ് ഗവൺമെന്റ് കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. അതേപോലെ തന്നെ ആ പോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LGS ആയിട്ടാണ്, ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിലേക്കാണ് നമുക്ക് നിയമനം ലഭിക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അതേപോലെ തന്നെ 7ാം ക്ലാസ് യോഗ്യത മുതൽ ഡിഗ്രി ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു LGS എക്സാം ആണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. സാധാരണ LGS എക്സാം ആർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല? ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ പറയുന്ന കമ്പനി ബോർഡ് LGS ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന LGS എക്സാം ആണ്. അതുകൊണ്ട് തന്നെ സാധാരണ LGS എക്സാമുകളേക്കാൾ ഉയർന്ന കട്ട് ഓഫ് ആണ്, സ്റ്റേറ്റ് വൈഡും കൂടിയാണ്, ഉയർന്ന കട്ട് ഓഫ് ആണ് എന്തിനു വരുന്നത്? കമ്പനി ബോർഡ് LGS എക്സാം പോലുള്ള എക്സാമിന് വരുന്നത്. ഏകദേശം 70 മുകളിൽ കട്ട് ഓഫ് നമുക്ക് ഈ പ്രാവശ്യം എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇനി അടുത്ത എക്സാമിലേക്ക് വരുമ്പോൾ നമ്മുടെ LDC അല്ലെങ്കിൽ ലോവർ ഡിവിഷണൽ ക്ലർക്ക്, ഈ ഒരു സിലബസിന്റെ അണ്ടറിൽ വരുന്ന എക്സാമുകൾ എന്ന് പറയുമ്പോൾ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അതേപോലെ ബിവോക്കോ LD എക്സാമുകളാണ് വരുന്നത്. അതും തീർച്ചയായിട്ടും ബിവോക്കോ ആണെങ്കിൽ എങ്ങോട്ടേക്കാണ്? കേരള സ്റ്റേറ്റ് ബിവറേജ് മാനുഫാക്ചറിംഗ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ബിവോക്കോ LD വരുന്നത്. പോസ്റ്റ് LDC ആയിട്ടാണ്, ലോവർ ഡിവിഷണൽ ക്ലർക്ക് ആയിട്ടാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഏത്? ബിവോക്കോ LD എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് ആണ്. പക്ഷേ VFA എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് നടക്കുന്ന എക്സാം ആണ്, ഓരോ ജില്ലകളിൽ നടക്കുന്ന എക്സാം ആണ് VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന ബിവോക്കോ LDയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? SSLC ആണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഈ 2 എക്സാമുകളുടെയും ഏജ് ലിമിറ്റ്, അപ്പോൾ ഏജ് ലിമിറ്റ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ആയതുകൊണ്ട് തന്നെ എന്താണ്, 18 മുതൽ 36 വരെയുള്ള ഏജ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നത്. ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും 40 വയസ്സ് വരെ ആക്കും. അപ്പോൾ ഇത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ആണ്, അപ്ലൈ ചെയ്ത എക്സാം ആണെന്ന് കൂടി മനസ്സിലാക്കുക. പിന്നീട് ഇതിന്റെ സിലബസിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന എക്സാമുകളുടെ സിലബസിലേക്ക് മനസ്സിലാക്കും. ഇതാണ് ഈ പറയുന്ന 2 എക്സാമുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടും സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ 2ന്റെയും ഉയർന്ന കട്ട് ഓഫ് ആണ്. അതേപോലെ തന്നെ 2 എക്സാമുകളുടെയും ക്വാളിഫിക്കേഷൻ വ്യത്യാസമുണ്ട്. കമ്പനി ബോർഡ് LGS ആകുമ്പോൾ 7ാം ക്ലാസ് യോഗ്യതയും, ബിവോക്കോ LD പോലുള്ള എക്സാം ആണെങ്കിൽ 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പിന്നീട് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം, തീർച്ചയായിട്ടും വലിയൊരു വ്യത്യാസം കിടക്കുന്നത് അവയുടെ സിലബസിലാണ്. കമ്പനി ബോർഡ് LGS ഒരു LGS ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അതിന്റെ സിലബസിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഏതൊക്കെയാണ്? പൊതുവിജ്ഞാനം, അവിടെ 40 മാർക്ക് വരുന്നുണ്ട്. അവിടെ ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, അതേപോലെ തന്നെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതേപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഈ പൊതുവിജ്ഞാനം എന്ന്, കോൺസ്റ്റിറ്റ്യൂഷൻ,
അല്ലെ? ഇതെല്ലാമാണ് ഈ പറയുന്ന പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സിന് ഇവിടെ 20 മാർക്കുണ്ട് അല്ലെ? 20 മാർക്കുണ്ട്. സയൻസിന് 10 മാർക്ക്, സയൻസിന് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്. സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. പൊതുജനാരോഗ്യത്തിന് അവിടെ 10 മാർക്ക് വരുന്നുണ്ട്. അതേപോലെ മാത്സ്, മെന്റൽ എബിലിറ്റി 20 മാർക്ക്. ഇത്തരത്തിലുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്തിനുള്ളത്? LGSനുള്ളത്, കമ്പനി ബോർഡ് LGS പോലുള്ള എക്സാമിനുള്ളത് അല്ലെ? അത്യാവശ്യം പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന സിലബസ് ആണ്. വാസ്റ്റ് സിലബസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മൾ ഏതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ LDCയുടെ സിലബസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാസ്റ്റ് സിലബസ് അല്ല. ഇനി LDCയുടെ സിലബസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ബോസ്കോ LD പോലുള്ള എക്സാമുകളുടെ സിലബസ് അത്യാവശ്യം വാസ്റ്റ് സിലബസ് ആണ്. അതിൽ കോമൺ ആയി നമുക്ക് പറയാം ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക്, കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക് ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക് വരുന്നുണ്ട്. അത് കോമൺ ആണ്. 20 മാർക്ക് രണ്ടിനും കോമൺ ആണ്. ഇവിടെ മാത്സിന് 10 മാർക്കാണ് വരുന്നത് എങ്കിൽ അവിടെ മാത്സിന് 20 മാർക്ക് വരുന്നുണ്ട്. ഇവിടെ LGSന്റെ മാത്സിന് 20 മാർക്ക് വരുന്നുണ്ട് ആണല്ലോ. ബാക്കി ഇവിടെ എന്ത് എക്സ്ട്രാ കൂടുതൽ വരുന്നുണ്ട്? ഇംഗ്ലീഷും മലയാളവും എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഈ LDയിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷും മലയാളവും എക്സ്ട്രാ വരുന്നുണ്ട്. മാത്സ് 10 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. ബാക്കിയാണ് ഈ പറയുന്ന വാസ്റ്റ് ആയിട്ടുള്ള GK സെക്ഷൻ എന്ന് പറയുന്നത്. GK സെക്ഷൻ എല്ലാം കൂടി ഏകദേശം 50 മാർക്ക് വരുന്നുണ്ട്. ഇതില് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവിടെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. അതേപോലെ തന്നെ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി വരുന്നുണ്ട്. എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് രണ്ടും എവിടെയും ഉണ്ട്? നമ്മുടെ LGSലുണ്ട്, കോമൺ ആണ്. പിന്നെ കേരളം, ഭരണ സംവിധാനം അല്ലെ? അതുപോലെ തന്നെ ബയോളജി അവിടെ വരുന്നുണ്ട്, ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, കലാകായികം, സാഹിത്യം, സംസ്കാരം, കമ്പ്യൂട്ടർ, സുപ്രധാന നിയമങ്ങൾ, ഇതൊക്കെ ഇവിടെ എക്സ്ട്രാ വരുന്നതാണ്. ഈ പറയുന്ന LD എക്സാമിലേക്ക് എക്സ്ട്രാ വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒരേ രീതിയിൽ ഒരൊറ്റ പഠനത്തിലൂടെ തന്നെ 2 എക്സാമിനും പ്രിപ്പയർ ചെയ്യാം. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചു തീർത്ത് എക്സാമിനനുസരിച്ച് എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് കമ്പനി ബോർഡ് LGSനും ഈ പറയുന്ന LD എക്സാമിനും കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാണ്? നമ്മുടെ മാത്സ് കോമൺ ആയിട്ടുള്ളതാണ്. കറണ്ട് അഫയേഴ്സ് കോമൺ ആയിട്ടുള്ള, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകണം. കാരണം 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിനുള്ളത്. കറണ്ട് അഫയേഴ്സ് കിട്ടി കഴിഞ്ഞാൽ നല്ല സ്കോർ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. 20 മാർക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സിനുണ്ട്. കറണ്ട് അഫയേഴ്സ് കോമൺ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, അതേപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ്. എന്ത്? കമ്പനി ബോർഡ് LGSലും ഈ പറയുന്ന ബോസ്കോ LDയിലും കോമൺ ആണ്. അപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. പിന്നീട് എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ ഏത് LDയിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു രീതിയിലുള്ള പഠനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എക്സാമിനും ഒരേപോലെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെ? 2 എക്സാമിനും ഒരേപോലെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിൽ ഏതിനാണ് കൂടുതൽ നിയമന സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട. എന്തിനാണ്? നമ്മുടെ കമ്പനി ബോർഡ് LGSന് തന്നെയാണ് അല്ല. ഇപ്പോൾ തന്നെ ഏകദേശം 3000-ലധികം വേക്കൻസീസ് ഓൾറെഡി ഫില്ലായി. ഇപ്പോഴും പുതിയ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ് കമ്പനി ബോർഡ് LGS. അപ്പൊ നല്ലൊരു അവസരം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS ആണ്. ഒരുപാട് നിയമനം നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ അത്രയധികം ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന എക്സാമാണ്. വളരെ ചുരുങ്ങിയ സിലബസ്, പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന സിലബസ്. അത് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ചുള്ള ഒരു പഠനം ഉണ്ട് എങ്കിൽ ഈ സിലബസുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. സോ നല്ലൊരു അവസരമാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന നല്ലൊരു അവസരമാണ്. ഈ കളയുന്ന ഓരോ ദിവസവും നമ്മുടെ എക്സാമിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച് ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പോലുള്ള എക്സാമുകൾ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. നമ്മളവിടെ സ്കോർ ചെയ്യേണ്ട മാർക്ക് എന്ന് പറയുന്നത് 75-ന് മുകളിൽ ഒരു മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ? 75-ന് മുകളിൽ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഗവൺമെന്റ് ഈ അവസരം മുതലാക്കി നല്ലൊരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറയുന്ന പ്രത്യേകതകൾ ഈ പറയുന്ന എക്സാമുകൾക്കുണ്ട്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന PSC നോക്കുന്ന ഒരാൾ മുന്നിലേക്ക് നോക്കിക്കാണുന്ന എക്സാമുകൾ പ്രധാനമായിട്ടും കമ്പനി ബോർഡ് LGS,
BFA, വോക്കോ LD, അതേപോലെ തന്നെ ഫോഴ്സിൻ്റെ എക്സാമുകളും ഉണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരേപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു തീർത്ത് എക്സ്ട്രാ വരുന്ന ടോപ്പിക്കുകൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ PYQസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൂടി എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് LGS കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഡെയിലി ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി ബോർഡ് LGSന്റെ ഏറ്റവും പുതിയൊരു ബാച്ച്. അപ്പോൾ ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും നമ്മുടെ നമ്പർ 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.